Namaste, welcome or welcome back to my channel, The Wheel of Fortune 77 Tarot. അപ്പം നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സൻ്റെ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ്. ഒരു പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മദർ ആയിരിക്കാം, ലൈക്ക് പേരൻസ് ആയിരിക്കാം, ലൈക്ക് ഓക്കെ ഏതൊരു വ്യക്തിയാണെങ്കിലും ശരി, ആ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള ഒരു നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളിപ്പം നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്, കോണ്ടാക്റ്റ് ഇല്ലാത്തൊരു എനർജിയിലാണ്, ലെസ് കോണ്ടാക്റ്റിലൊക്കെയാണ് ഈ ഒരു നിങ്ങളുടെ ബന്ധത്തിൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ എടുത്തു നിന്നൊരു റീകോൺസിലേഷൻ എപ്പോഴാണ് പോസിബിൾ ആവുന്നത്, അങ്ങനെ ഒരു റീകോൺസിലേഷൻ പോസിബിൾ ആകുമോ, പിന്നെ നിങ്ങൾക്കൊരു ഗൈഡൻസും നമ്മളിവിടെ യൂണിവേഴ്സിനോട് ചോദിച്ചിട്ട് പറയുന്നുണ്ടാവും. ഇത് ഒരു സജസ്റ്റഡ് ടോപ്പിക്കായിരുന്നു, ആ ഒരു കമൻറ്റ് സെക്ഷനിൽ പറയുന്നുണ്ടായിരുന്നു. സോ ഇങ്ങനെ ഒരു കാര്യം വേണം, ഈ ഒരു റീഡിങ്സ് ചെയ്യണം മാം എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ടോപ്പിക്ക് ചെയ്യുന്നുള്ളത്. സോ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങൾ എല്ലാവരും ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നന്നായിട്ട് ഒരു 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, റിലീസ് ചെയ്യുക, വായിൽ കൂടെ റിലീസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു 3 ടൈംസ് ചെയ്യുക. നിങ്ങൾ ആ ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് ചിന്തിക്കുക. നിങ്ങൾക്ക് ഏത് വ്യക്തിയെക്കുറിച്ചിട്ടാണോ ഒരു ക്ലാരിറ്റി വേണ്ടത്, നിങ്ങൾ ആ ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് ചിന്തിക്കുക. അവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു നല്ല മെമ്മറീസ്, അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റ്സ് ആവാം, നിങ്ങൾക്ക് ഹാപ്പിനെസ് തന്നിട്ടുള്ള ഒരു ലൈക്ക് ടോക്കുകളാവാം, അല്ലെങ്കിൽ എന്താണോ ആ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക. നല്ല രീതിക്ക് ആ ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് ചിന്തിക്കുക. നെക്സ്റ്റ് ഒരു കാര്യം, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഞാനുമായിട്ട് എൻ്റെ എനർജിയായിട്ട് കണക്റ്റ് ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു റീഡിങ്സ് കാണാൻ. നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്സ് കണക്റ്റ് ആവുന്നില്ല, ലൈക്ക് നിങ്ങൾക്ക് വോമിറ്റ് ചെയ്യാൻ വരുന്നു, അല്ലെങ്കിൽ ഡ്രെയിൻ ആവുന്നത് പോലെ ഫീൽ ചെയ്യുകയാണ് എനർജീസ്, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനർജീസ് സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഒരു കാര്യം, മരിച്ചു പോയവരെ കുറിച്ചിട്ട് ഓർത്തിട്ട് റീഡിങ്സ് കാണാതിരിക്കുക. അത് പലരും എന്നോട് ഇങ്ങനെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് ഹസ്ബൻഡ് മരിച്ചു പോയി, സോ എനിക്കതുകൊണ്ട് തന്നെ ഈ ഒരു റീഡിങ് കാണാൻ പറ്റും. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ റീഡിങ് കാണുന്ന എനിക്കും കൂടെ ആ ഒരു എനർജീസ് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങളുടെ ആരെങ്കിലും നിങ്ങളുടെ മരിച്ചു പോയിട്ടുള്ളവരെ കുറിച്ചിട്ട് ഓർത്തിട്ടാണ്, നിങ്ങൾ ഫ്രണ്ടിനെ കുറിച്ചിട്ടൊക്കെ ഓർത്തിട്ടാണ് നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നതെന്നുണ്ടെങ്കിൽ, അങ്ങനെ അവർ മരിച്ചു പോയിട്ടുള്ള ഒരു എനർജി അത് നിങ്ങളുമായിട്ട് ഒരു സോൾ കോൺട്രാക്റ്റും ഇല്ലാത്തൊരു എനർജിയാണ്. ലൈക്ക് ഓരോ സോളുകളും ലൈഫിലേക്ക് വരുന്നത്, ഭൂമിയിലേക്ക് ബർത്ത് എടുത്ത് വരുന്നത് അവരുടെ കർമ്മങ്ങൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടൊരു 3 days ഒക്കെ നിങ്ങളുമായിട്ടുള്ള മെമ്മറീസ് ഉണ്ടാവും. അവർക്ക് ചുറ്റും നിങ്ങളുടെ കൂടെ 3 days ആ ഒരു സോൾ ഉണ്ടാവും. 4th ഡേയിൽ അത് അതിൻ്റേതായിട്ടുള്ള ഈ ലൈഫ് ടൈമിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കർമ്മഫലത്തിനുള്ള ആ ഒരു ശിക്ഷയാവാം ഒരു പക്ഷേ, അല്ലെങ്കിൽ നല്ല കർമ്മങ്ങളുടെ ഒരു എന്താണോ അവർ ഈ ഒരു ഭൂമിയിൽ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആ ഒരു ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് അത് പോയിട്ടുണ്ടാവും. ആ ഒരു ടൈമിൽ ഈ ഒരു ഭൂമിയിലുള്ള എല്ലാ തോട്ട്സുകളെയും യൂണിവേഴ്സ് അല്ലെങ്കിൽ ഡിവൈൻ ഫുൾ വാനിഷ് ചെയ്ത് കളയുന്നുണ്ടാവും. അത് മൊത്തം ആ മെമ്മറീസ് എല്ലാം ക്ലിയർ ചെയ്തിട്ടായിരിക്കും അവരെ ഈ ഒരു എർത്തിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ടാവുക. ഓക്കെ, സോ അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സോളുമായിട്ട് ഒരു കോൺട്രാക്റ്റും ഇല്ല അതിനുശേഷം. സോ എല്ലാവരും ഒരു സ്പെസിഫിക് നിങ്ങളുടെ കർമ്മ ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ബർത്ത് എടുക്കുന്നുള്ളത്. ആ ഒരു കാര്യം ചിന്തിക്കുക കേട്ടോ. ഓക്കെ, സോ നമുക്ക് നോക്കാം. നെക്സ്റ്റ് റീഡിങ്സിലേക്ക് പോവാം കേട്ടോ. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫേസ്റ്റിൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. കാർഡ്സ് വഴി നിങ്ങളുടെ വ്യക്തി ഒരു പക്ഷേ ഏരീസ് ആൻഡ് സ്കോർപ്പിയോ എനർജീസ് ആയിരിക്കാം. ഒന്നെങ്കിൽ ഏരീസ് ആയിരിക്കാം, അല്ല സ്കോർപ്പിയോ ആയിരിക്കാം. ഫയർ സൈൻ അല്ലെങ്കിൽ വാട്ടർ സൈൻ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ ഈ ഒരു വ്യക്തിയുടെ എനർജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കരമായിട്ടും ദേഷ്യമുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ലൈക്ക് ഇവർക്ക് ഭയങ്കരമായിട്ടും എന്താ പറയുക, ഒരു പക്ഷേ ഭയങ്കരമായിട്ടും സെക്ഷൽ എനർജി ഉള്ളൊരു വ്യക്തിയായിരിക്കാം നല്ല രീതിക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ സെക്ഷൽ എനർജിയെ കുറിച്ചിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാം സെക്ഷൽ എനർജീസ് ആണ്. ലൈക്ക് ഒരു അട്രാക്റ്റീവ് പവർ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും, അത്രയും ഇൻറ്റൻസ് ആയിട്ട്. സോ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സെക്ഷൽ എനർജീസ് വളരെയധികം ഉള്ളൊരു വ്യക്തിയായിരിക്കാം. ബിക്കോസ് ഹീലിംഗ് എനർജീസ് സെക്ഷൽ എനർജി അല്ലേ. അപ്പോൾ ഹീലിംഗ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഹീലിംഗ് എനർജി തന്നെയാണ് സെക്ഷൽ എനർജി എന്നുള്ളതാണ് നമുക്കിവിടെ കൂടുതലായിട്ടൊന്നും പറയാനായിട്ടില്ല. അപ്പോൾ കൂടുതലായിട്ടും ആങ്കർ ഇഷ്യൂസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും. ഇവരുടെ ഒരു ചാർട്ടിൽ മാർസിൻ്റെ ആ ഒരു എനർജീസ് കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ
ലൈക്ക് ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടും വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള പാഷൻ ആയിട്ട് ലൈക്ക് എന്തൊരു കാര്യത്തിൽ ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുകയാണ് അതിൽ വളരെ ഇൻറ്റൻസ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ വളരെ അതിലൊരു പാഷൻ ഉണ്ടാവും ആ ഒരു വ്യക്തിക്ക്, അവർ ചെയ്യുന്ന ഒരു കാര്യത്തോടൊരു വല്ലാത്തൊരു പാഷൻ ഉണ്ടാവും. സോ ആ ഒരു എനർജീസ് അങ്ങനെയുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളിവിടെ ഡീൽ ചെയ്യുന്നത്. സ്റ്റേബിളായിട്ട് അവരുടെ ബർത്ത് ചാർട്ടിൽ വളരെ സെൻസിറ്റീവ് ആയിരിക്കും. നിങ്ങൾക്കറിയാം യെസ് ഈ ഒരു വ്യക്തി വളരെയധികം സെൻസിറ്റീവ് ആണ് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്കുണ്ട്. ഓക്കെ, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കും നിങ്ങളിവിടെ ഡീൽ ചെയ്യുന്നുള്ളത്. പക്ഷെ അവർ വളരെയധികം സെൻസിറ്റീവ് ആണ് എന്നുള്ളത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് കാണിക്കുന്നുണ്ടാവില്ല. സോ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വളരെയധികം ശനിദിശയുടെ ഒരു ടൈമാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി അധികം എൻഡിങ്സും അതുപോലെ തന്നെ നിങ്ങൾ ഫിയർ ചെയ്യുന്ന രീതിക്ക് ലൈക്ക് നമുക്കൊരു ഫിയർ ഉണ്ടാവുമല്ലോ ഇന്ന കാര്യങ്ങൾ സംഭവിക്കുന്നത്, അതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾ പേടിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ടൈമിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഐ തിങ്ക് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു സെൽഫ് കൺട്രോൾ ഉള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, സെൽഫ് കൺട്രോൾ ഉള്ളൊരു വ്യക്തിയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ഇതിങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇതിങ്ങനെയാണ്, ഇതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല, അങ്ങനെ ഒരു ലിമിറ്റഡ് ബിലീഫ്സും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഒരു പക്ഷെ നിങ്ങൾ വളർന്നു വന്നിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ കൊണ്ടാവാം നിങ്ങളൊരു ലിമിറ്റഡ് ബിലീഫ്സിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്കിവിടെ കാണാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് ചെക്ക് എൻ്റെ വ്യൂവേഴ്സ്. ആ വ്യൂവേഴ്സിൻ്റെ മൈൻഡിലുള്ള ഒരു വ്യക്തിയുടെ കറണ്ട് എനർജീസ്, കറണ്ട് ഫീലിങ്സ് എന്താണ് അവർ ഈ ഒരു ടൈമിൽ എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുള്ളത്. ഹയർ എനർജികൾ നിൽക്കുകയാണ് നിങ്ങളുടെ വ്യക്തി. കാർഡൊക്കെ ഇങ്ങനെ പൊങ്ങിച്ചാടുകയാണ്. എംപറർ. ഓക്കെ, ഐ തിങ്ക് നിങ്ങളിവിടെ ചിന്തിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം ഒരു മസ്കുലർ എനർജി ഉള്ള ഒരു വ്യക്തിയായിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു ലേഡിയെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ അവർ ഭയങ്കര സ്മാർട്ടായിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു മസ്കുലർ എനർജീസ് ആയിരിക്കും അവരുടെ ഉള്ളിലുള്ളത്. ലൈക്ക് വളരെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ലേഡി, അല്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു എനർജീസ്, അല്ലെങ്കിൽ വളരെയധികം എന്താ പറയുക എല്ലാ കാര്യത്തിലും ഇമോഷൻസിനെക്കാളും കൂടുതൽ ലോജിക്കിനെ ചൂസ് ചെയ്യുന്ന ഒരു വ്യക്തി. ലൈക്ക് അങ്ങനെയുള്ളൊരു പേഴ്സൺ, മെയിലാണേലും ഫീമെയിൽ ആണേലും ഒരു വ്യക്തിയുടെ എനർജീസ് ഇതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ലൈക്ക് മേ ബി നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടായിരിക്കും കുറച്ച് പേര് ഈ ഒരു റീഡിങ് കാണുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാദറിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ടൈമിൽ റീഡിങ് കാണുന്നുള്ളത്. കാരണം നിങ്ങളുടെ ഫാദറുമായിട്ട് സെപ്പറേഷനിൽ നിൽക്കുകയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിട്ട് ഇപ്പം നിങ്ങൾ വേറെ ആയിരിക്കും താമസിക്കുന്നുണ്ടാവും. ഓക്കെ, സോ അതാണ് എനിക്കിവിടെ കാണാനായിട്ട് പറ്റിയിട്ടുള്ളത്. വളരെയധികം എന്താ പറയുക, വളരെ ലോജിക്കായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി. എനിക്കതാണ് ഇവിടെ ഒരു ടൈമിൽ കാണാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, സോ എഗെയിൻ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ നിങ്ങളോട് സംസാരിക്കണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ലൈക്ക് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങളെ ഒരു കോൾ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ചെയ്യണം എന്നൊരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരു പക്ഷേ നിങ്ങളുടെ ലവർ ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ, എന്തൊരു എനർജീസ് ഏതൊരു വ്യക്തിയാണെങ്കിലും ഈ ഒരു വ്യക്തിയുടെ എനർജീസ് ആണ്. ലൈക്ക് എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് ഈ ഒരു ടൈമിൽ ഒരു ഡിറ്റാച്ച്മെൻറ്റിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. ഐ ഡോണ്ട് നോ നിങ്ങളുടെ ഡീൽ ചെയ്യുന്ന വ്യക്തി ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഈ ഒരു ടൈമിൽ നിങ്ങളുമായിട്ട് ഒരു ടൈമിൽ ഇവർ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരുന്നു. പക്ഷേ ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റിലേക്ക് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, ഇവരൊരു ഡിറ്റാച്ച്മെൻറ്റിലേക്ക് ഇരിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഈ ഒരു തോട്ട്സ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്തൊരു ബേർഡനും സ്ട്രെസ്സുമാണ് കൊടുക്കുന്നുള്ളത്. ഓക്കെ, അവർക്ക് വല്ലാത്തൊരു ബേർഡൻ ഫീൽ ചെയ്യാണ്, സ്ട്രെസ്സ് ഫീൽ ചെയ്യാണ്. ലൈക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം ആയിക്കോട്ടെ എന്താണെങ്കിലും നിങ്ങളെക്കുറിച്ചിട്ട് ഈ ഒരു ടൈമിൽ ആ ഒരു ചിന്തിക്കുന്ന ആ ഒരു ടൈം ആ ഒരു വ്യക്തിക്ക് ഒത്തിരിയധികം മെൻ്റൽ സ്ട്രെസ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത് ലൈക്ക് ഇത് ഞാൻ വിചാരിച്ചിട്ട് പോലും ഈ ഒരു കാര്യങ്ങൾ എന്താ പറയുക എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചിട്ട് പോലും എനിക്ക് ഇത്രയും ഈ ഒരു ബന്ധത്തിൻ്റെ ഈ ഒരു തോട്ട്സിനെ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകളെ എനിക്ക് തുടച്ചു മാറ്റാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ബേർഡനാണ്. ഇവരൊരിക്കലും ഒരു സ്ഥലത്തും ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടോ, ഓക്കെ ഇറ്റ്സ് ഹാപ്പൻ, അത് സംഭവിച്ചു, അത് സംഭവിക്കാനായിട്ടുള്ളതായിരുന്നു, അത് ഇതിലിപ്പോൾ എന്തോ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതൊക്കെ സംഭവിച്ചൊക്കെ നല്ല കാര്യമാണ്. ഇനിയിപ്പോൾ സംഭവിച്ചില്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ പുള്ളി വിചാരിക്കുന്ന രീതിക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി വിചാരിക്കുന്ന രീതിക്ക് ഈ ഒരു ബന്ധത്തിൽ ഒരു എൻഡിങ്സ് സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ബെറ്റർ ആണ് എന്നുള്ളത് തന്നെയാണ് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത്. ലൈക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ടും ഓവറായിട്ട് ഒരു സെൽഫ് കോൺഫിഡൻസ് ഉള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ ഒത്തിരിയധികം
യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം എന്തൊരു കാര്യം നടന്നില്ലെങ്കിലും അത് ഏറ്റവും ആ ഒരു വ്യക്തിയുടെ നല്ലതിന് വേണ്ടി തന്നെയാണെന്നാണ് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പ്രാക്ടിക്കലി പോകുമ്പോൾ പോലും എന്തുകൊണ്ട് എനിക്കതിൽ നിന്ന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു തോട്ട്സുകൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്തേക്ക് വന്നു പോയി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടാത്ത ഒരു അവസ്ഥയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നത്. മാക്സിമം ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചൊരു ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിന്തിക്കുന്നില്ല. ഓക്കെ, പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം ഐ ഡോണ്ട് നോ, ഒരു പക്ഷേ യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ ആ ഒരു തോട്ട്സ് അവരുടെ മൈൻഡിലേക്ക് ഇട്ട് കൊടുക്കുന്നതായിരിക്കാം. അങ്ങനെ ആവാനുള്ള ചാൻസസ് ആണ്. ലൈക്ക് ഇവരുടെ മൈൻഡിൽ അത് വന്നാലും ലൈക്ക് ഇവരുടെ ഈഗോ ഉപയോഗിച്ച് ഓക്കെ ഫൈൻ എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ്. അവർക്ക് തോട്ട്സ് വന്നു അത്രയേ ഉള്ളൂ, അതിൽ വലിയ കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ ഞാനിതിനിപ്പോൾ ഇത്ര വലിയ കാര്യമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യം എന്താ, അത്രയും ടൈം എൻ്റെ വേസ്റ്റാണ് എന്നുള്ളൊരു തോട്ട്സിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നത്. ഓക്കെ ഫൈൻ, പ്ലീസ് കറണ്ട് ഫീലിംഗ്സ് പ്ലീസ്. ഐ തിങ്ക് ഈ ഒരു വ്യക്തി വളരെയധികം ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ടോക്സിക് ആയിട്ട് നിങ്ങളോട് ബിഹേവ് ചെയ്തിട്ടുണ്ടാകും. എപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ ഒരു ക്യാരക്ടർ പലപ്പോഴും അറിയാൻ പറ്റിയിട്ടില്ല. നിങ്ങളെ എപ്പോഴും ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് ലെവലിലേക്ക് ഒരു വ്യക്തി നിർത്തിയിട്ടുണ്ട്. ലൈക്ക് നിങ്ങൾ പലപ്പോഴും ലൈക്ക് ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ എന്താണെന്ന് അറിയാൻ ശ്രമിച്ചിട്ട് പോലും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ പിടികിട്ടിട്ടില്ല. ലാസ്റ്റ് ഫൈനലി എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്തതാണ്. ഓക്കെ, കാരണം നിങ്ങൾ വിചാരിക്കുന്നത് ലൈക്ക് മതി, ഇത്രയും മതി, ഇതിൽ കൂടുതലൊന്നും വേണ്ട, ഇതിൽ കൂടുതൽ എനിക്ക് പറ്റത്തില്ല, ഞാനത് അത്രയും ആ ഒരു എനർജി ഞാൻ ഡിസേർവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇതിൽ കൂടുതൽ എനിക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല, ഒരു ഗിവർ എന്നുള്ളൊരു എനർജിയിൽ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങളും ഇതൊരു പാസ്റ്റ് ആണെന്നുള്ള രീതിക്ക് മൂവ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരിക്കും ഇവിടെ നിൽക്കുന്നുള്ളത്. പക്ഷേ സ്റ്റിൽ നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ ഇവരുടെ തോട്ട്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ലൈക്ക് ഇതെന്താ സംഭവിക്കുന്നത് നിങ്ങൾക്കും അറിയാൻ ഒരു ക്യൂരിയോസിറ്റി. സോ ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് നിങ്ങൾ ഒരു പക്ഷേ ഈ ഒരു ടൈമിൽ ഈ ഒരു റീഡിങ് കാണുന്നതായിരിക്കാം. ഓക്കെ 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 ഇവരുടെ ഒരു മെയിൻ ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ മൈൻഡിൽ ഇങ്ങനെ ഒരു ടൈമിൽ ഇവർക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ ഈ നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ ഇവരുടെ കരിയറിൽ ഫോക്കസ് ചെയ്യും. അപ്പം ഈ ഒരു ടൈമിൽ ഇവർക്ക് ഇവരുടെ കരിയറിൽ ഏറ്റവും കൂടുതൽ ഇവർ ഫോക്കസ് ചെയ്യുന്നത് വളരെ മണി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ലൈക്ക് ക്യാഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ബിഹേവിയർ ഉള്ളൊരു വ്യക്തിയാണ്. മെറ്റീരിയലിസ്റ്റിക് ആണ് ഈ ഒരു വ്യക്തി. ഓഫ് കോഴ്സ് ഇവർ ഏറ്റവും കൂടുതൽ ഇവരുടെ ലൈഫിൽ വാല്യൂ കൊടുക്കുന്നത് തന്നെ ക്യാഷിന് വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ ഇവർക്ക് അറിയില്ല, ഇവരൊരു പക്ഷേ ഇത്രയും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധം എന്തുകൊണ്ട് ഇവരെ ഇത്രമാത്രം പിടിച്ചുളയ്ക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു റിലേഷനിൽ ഇത്രമാത്രം ഇവർക്ക് ഇവരിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി ഇല്ല. ലൈക്ക് അതുകൊണ്ട് തന്നെ ഇവർക്ക് മുന്നോട്ട് പോകാൻ ട്രൈ ഇവർ ചെയ്യുമ്പോൾ പോലും സ്റ്റിൽ ഇവർ അതിലിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. മുന്നോട്ട് ഇതിന് പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയിൽ, അല്ലെങ്കിൽ ഇതിൽ വെളിയിൽ കടക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളൊരു തോട്ട്സാണ് ഇവർക്കുള്ളത്. വല്ലാത്തൊരു അഡിക്ഷൻ അല്ലെങ്കിൽ ഒബ്സഷൻ നിങ്ങളോട് ഈ ഒരു ടൈമിൽ ഫീൽ ചെയ്യാറുണ്ട്. ലൈക്ക് വല്ലാത്തൊരു കോ ഡിപ്പെൻഡൻസി. ഇവരും ചിന്തിക്കുന്നുണ്ട് ലൈക്ക് എനിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും കോ ഡിപ്പെൻഡൻസി. ഓക്കെ, ഇത്രയും കോ ഡിപ്പെൻഡൻസി എന്തുകൊണ്ടാണെന്ന് ഈ ഒരു വ്യക്തിയും ചിന്തിക്കുന്നത്. ഒരു പക്ഷേ ഒരു വ്യക്തിക്ക് ഒത്തിരിയധികം ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരിക്കാം. വളരെ ഇൻസെക്യൂരിറ്റീസ് ഉള്ളത് കൊണ്ടായിരിക്കും ഇവരുടെ ഉള്ളിൽ ഇത്രയും ടോക്സിസിറ്റി വന്നുകൊണ്ടുള്ളത്. ലൈക്ക് ഇവർ നിങ്ങളെ ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ളൊരു തോട്ട്സ് ഇവരുടെ മൈൻഡിൽ വന്നിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഇവർക്ക് ഓൾറെഡി എന്താ പറയുക, ഇതിനു മുമ്പും ഇവരും തമ്മിൽ നടന്നിട്ടുള്ള പ്രശ്നങ്ങൾ അതിലിപ്പോഴും അൺഹെൽത്തി ആയിട്ടുള്ള വെയിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അത് മനസ്സിൽ വെച്ചിട്ടായിരിക്കാം നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നത്. എന്താണെങ്കിലും ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടും എന്താ പറയുക, എന്തോ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള വെയിൽ നിങ്ങളുടെ ഇടയിലുള്ള എന്തോ ഒരു പ്രശ്നത്തിനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഇവിടെ ഈ ഒരു കണക്ഷനിലാണെങ്കിലും ശരി എപ്പോഴും ഒരു നിങ്ങൾ ചേഞ്ച് ആയിട്ട് പോലും ഈ ഒരു വ്യക്തിക്ക് ചേഞ്ച് ആവാൻ പറ്റാത്തതും നിങ്ങൾ കാണിക്കുന്ന ആ ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോടുള്ള ഒരു എനർജീസ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ ഉള്ളൊരു മെയിൻ റീസൺ അതാണ്. ഐ തിങ്ക് ഈ ഒരു വ്യക്തി ഇവർക്കൊരു എന്താ പറയുക, ഇവർ ഹാപ്പിയാണ്. ലൈക്ക് ഇവരുടെ ലൈഫിൽ ഇങ്ങനെ മൂവ് ഫോർവേഡ് എന്നുള്ളൊരു എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് ഇവർ സ്റ്റക്കായിട്ടൊന്നും നിൽക്കുന്നില്ല. മെൻ്റലി ഇവർ എന്താ പറയുക, പ്രാക്ടിക്കലി ഇവർ മൂവ് ചെയ്തു. പക്ഷേ ഇമോഷണൽ ലെവലിൽ ഇവർക്ക് എപ്പോഴും നിങ്ങളുടെ തോട്ട്സുകൾ എങ്ങനെയോ വരാറുണ്ട്. ലൈക്ക് എപ്പോഴും നിങ്ങളുടെ തോട്ട്സുകൾ വരിക, ലൈക്ക് ഈ ഒരു എനർജിയിലാണ് ഇവർ. കുറേ ആളുകളുടെ കൂടെ നിൽക്കുമ്പോൾ പോലും ഇവർക്ക് എപ്പോഴും നിങ്ങളുടെ ചിന്തയാണ് വരുന്നുള്ളത്. നിങ്ങളോട് സംസാരിക്കണം. കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്കൊരു മെസ്സേജസ് ഹായ് ഹലോ ഒക്കെ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ബിക്കോസ് എനിക്കതിവിടെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു വീക്കിൽ തന്നെ ജസ്റ്റ് ഒരു ഹായ് ഹലോ, അത് കഴിഞ്ഞ് പിന്നെ ആളുടെ പൊടി ഉണ്ടാവില്ല. സെവൻ ഓഫ് കപ്സ്. ഓക്കേ,
ഐ തിങ്ക് നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തിയുടെ മാരേജ് ആയിരിക്കാം. കുറച്ച് പേർക്കൊക്കെ നിങ്ങളൊരു ഇപ്പം റീസെൻ്റ് ആയിട്ട് അവരുടെ മാരേജും എല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ മെസ്സേജ് അയച്ചാൽ, കുറച്ച് പേർക്കൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾ മെസ്സേജ് അയച്ചാലും ഒരു വ്യക്തി അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ഒരു ടെക്സ്റ്റോ കോളോ ഒന്നും അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ പ്രീവിയസ് റിലേഷൻഷിപ്സിൻ്റെ എക്സ്പീരിയൻസസ് ഒക്കെ വളരെ ബാഡാണ്. അതുകൊണ്ട് തന്നെ അവർക്കിപ്പം ഈ ഒരു ബന്ധത്തിനെ പ്രോപ്പറായിട്ടുള്ള ഒരു വേക്സായിട്ട് എങ്ങനെ ഇതിനെ കാണണം എന്നുള്ള രീതിയിൽ, ആ ഒരു രീതിയിലേക്ക് ഇവർക്ക് ഇതിനെ കാണാൻ പറ്റുന്നുണ്ടാവില്ല. എപ്പോഴും ഒരു സംശയത്തിൻ്റെ ഒരു ദൃഷ്ടിയിലൂടെ ആയിരിക്കും ഇവർ ഈ ഒരു ബന്ധത്തെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ ഈ ഒരു വ്യക്തി നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. എപ്പോഴും ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ലൈക്ക് ഈ ഒരു വ്യക്തിക്ക് എപ്പോഴും എല്ലാ കാര്യത്തിനും ക്ലാരിറ്റികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് നിങ്ങൾ ക്ലാരിറ്റി കൊടുത്താലും ഈ ഒരു വ്യക്തിക്ക് ഇവരുടെ ഉള്ളിൽ നിന്നൊരു ക്ലാരിറ്റി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ആ ഒരു എനർജീസും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓഫ് കോഴ്സ് ഇവർക്ക് നിങ്ങളുള്ളപ്പോഴാണ് ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത്. ഇവർക്ക് കംപ്ലീഷൻ എന്നുള്ളൊരു എനർജി, ഒരു ഹോം എന്നുള്ളൊരു എനർജി ഇവർക്ക് എപ്പോഴും നിങ്ങളുടെ അടുത്താണ് ഉള്ളത്. കാരണം ഇവരെവിടെ ഓടിപ്പോയാലും തിരിച്ച് ലാസ്റ്റ് വന്ന് നിൽക്കുന്ന എപ്പോഴും നിങ്ങളുടെ അടുത്ത് തന്നെയായിരിക്കും. ലൈക്ക് നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മളിപ്പോൾ വീട് വിട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് തന്നെ വരാറുണ്ടല്ലേ എന്ന് പറഞ്ഞോളത്തൊരു വൈബാണ് ഇവർക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്നുള്ളത്. ആ ഒരു എനർജിയാണ് എനിക്ക്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു വൈബ് ഇവിടെ സെൻസ് ചെയ്യുന്നില്ല ആ ഒരു വ്യക്തിയുടെ അടുത്തു നിന്ന്. അവർ ചുമ്മാ വന്നും പോയി നിൽക്കുന്നു എന്നുള്ളൊരു തോട്ട്സിലാണ് നിങ്ങളിവിടെ നിൽക്കുന്നത്. പക്ഷേ ഇവർക്ക് ശരിക്കും നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോംലി ഫീലാണ്. ലൈക്ക് എപ്പം എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പോയാലും വീണ്ടും തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സേഫ് പ്ലേസ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുള്ളൂ, ചില ഇടങ്ങളിൽ നമ്മൾ എത്രമാത്രം ഇതാണെന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അറിയാൻ പറ്റും. ലൈക്ക് ആ ഒരു വ്യക്തി ഒരിക്കലും നമ്മളെ എന്താ പറയുക, നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ ഒരിക്കലും നീ പൊയ്ക്കോ എന്ന് പറയില്ല എന്നുള്ളൊരു തോട്ട്സ്, അങ്ങനെ ഒരു അതാണല്ലോ ആ ഒരു എനർജി. അതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. പക്ഷെ ലൈക്ക് ഐ തിങ്ക് ആ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ ഈ ഒരു ടൈമിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഒരു തോട്ട്സ് അങ്ങനെയാണ് നിങ്ങളെ കുറിച്ചിട്ടുള്ളത്. ലൈക്ക് എപ്പോൾ പോയിട്ട് വന്നാലും ഇപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾ അത്രയും സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ലൈക്ക് ഇവർ വന്നും പോയി നിൽക്കുന്നു, എനിക്കൊരു എൻ്റെ ഇമോഷൻസിനൊന്നും വാല്യൂ ഇല്ല എന്നുള്ളൊരു തോട്ട്സിലാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഒരു പക്ഷേ അതായിരിക്കും ഇപ്പം ഈ ഒരു ടൈമിൽ ഇവിടെ ഒരു ടവർ മൂവ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഇടയിൽ. ഇപ്പോൾ ഒരു സെപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പം നിങ്ങൾ രണ്ടുപേരും കണക്റ്റഡ് ആയിട്ടിരുന്ന ഇവിടെ ഒരു ടോക്സിക് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഒരു ബന്ധം പോകുന്നത്. നിങ്ങളെ ടോക്സിക് ആയിട്ടായിരിക്കും ഈ ഒരു വ്യക്തി ട്രീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കും തിരിച്ച് ടോക്സിക് ആയിട്ടുള്ള വെയിൽ ഈ ഒരു വ്യക്തിയോട് സംസാരിക്കേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ടാവും. അതുകൊണ്ടാണ് യൂണിവേഴ്സ് മനഃപൂർവ്വം ഇവിടെ ഒരു ടവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഐ തിങ്ക് ഈ ഒരു ടവർ എനർജി എന്തും ആകാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒരു പക്ഷേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടവർ ആകാം. എന്താണെങ്കിലും ഈ ഒരു ടവർ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടവറാണ്. അതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. നോക്കാം, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. ഈ ഒരു ബന്ധത്തിലൊരു റീകൺസിലേഷൻ പോസിബിൾ ആവും? See, keep an open mind. Your soulmate may differ from your usual type of expectation. I think this is your soulmate. നിങ്ങളുടെ soulmate ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സോൾമേറ്റിനെ കുറിച്ചിട്ട് ഒരു തോട്ട്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടാവും. ഓഫ് കോഴ്സ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു സോൾമേറ്റ് എന്ന് പറയുന്ന ആ ഒരു എനർജി അങ്ങനെയല്ല. നിങ്ങളുടെ എക്സ്പെക്റ്റേഷനെ കഴിഞ്ഞും നിങ്ങൾ രണ്ടുപേരും വളരെയധികം ഡിഫറെൻ്റ് ആയിരിക്കും നിങ്ങളുടെ സോൾമേറ്റ് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. സോ യൂഷ്വൽ ടൈം നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസിനെ കഴിഞ്ഞും എക്സ്പെക്റ്റേഷൻ പോലെ ആയിരിക്കില്ല നിങ്ങളുടെ സോൾമേറ്റ്. നിങ്ങളെ കഴിഞ്ഞും ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾ രണ്ടുപേരും ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ്. ഇതിൽ കൂടുതൽ ക്ലാരിഫൈ ചെയ്യാൻ എനിക്കറിയില്ല. ലെറ്റ്സ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു. ask for and accept support from others. I think നിങ്ങളുടെ നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ ആണെന്നല്ലെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകാരൊക്കെ ഇടപെട്ടാൽ തീരാവുന്ന പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാരുടെ ഹെൽപ്പ് ചോദിക്കാൻ പറയുന്നുണ്ട്. Then here is forgiving and learning. As you release and heal the past, you experience more love in your present moments. I think ഇത് നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ രണ്ടുപേർക്കുള്ളൊരു ഗൈഡൻസ് ആയിരിക്കാം. നിങ്ങളുടെ പാസ്റ്റ് എന്താണ്, ഒരു പക്ഷേ നിങ്ങൾക്കും ട്രോമാസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയും ടോക്സിക് ആയിട്ട് നിങ്ങളും ട്രീറ്റ് ചെയ്തിട്ടുണ്ടാക്കും. എന്താണെങ്കിലും ഇവിടെ യൂണിവേഴ്സ് പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ പാസ്റ്റിലുള്ള കാര്യങ്ങൾ, നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, പാസ്റ്റ് സിറ്റുവേഷൻസ് എക്സ്പീരിയൻസസിനെയൊക്കെ ഫോർഗീവ് ചെയ്യുക. അത് നിങ്ങളെ കുറേ കാര്യങ്ങൾ ലേൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. സോ അത് ലേൺ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പ്രസൻ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു റിലേഷൻ, നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു വ്യക്തിയായിട്ടുള്ള ഈ ഒരു കണക്ഷൻ്റെ ആ ഒരു എനർജീസ് നിങ്ങൾക്ക് സെൻസ് ചെയ്യാനായിട്ടും, അല്ലെങ്കിൽ ആ ഒരു അവർക്ക് നിങ്ങളോടുള്ള ഒരു സ്നേഹവും നിങ്ങൾക്ക് അവരോടുള്ള ഒരു അഫെക്ഷനും കാര്യങ്ങളും ഒക്കെ എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഫസ്റ്റിലെ തന്നെ നിങ്ങളുടെ പാസ്റ്റ് വൂൺസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രോമാസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നിങ്ങൾ ഹീൽ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തെ പൂർണ്ണമായിട്ട് ഫുള്ളായിട്ടൊരു ഹാർമോണിയസ് എന്നുള്ളൊരു എനർജിയിൽ കാണാൻ പറ്റുന്നത്. ഈസ് നോട്ട് ബിക്കോസ് ഇറ്റ്സ് യുവർ സോൾമേറ്റ്. നിങ്ങളുടെ സോൾമേറ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക്
നോർമൽ റിലേഷൻസിലൊക്കെ നമുക്കത് പറ്റും, പക്ഷേ സോൾമേറ്റ്സ് ആകുമ്പോൾ ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വൂൺസിനെയൊക്കെ ഹീൽ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് റീകോൺസിലേഷൻ ഒക്കെ പോസിബിൾ ആവത്തുണ്ടാവുള്ളൂ. ഓക്കെ, യപ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ റീഡിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഹിറ്റ് ബെല്ലൈക്കൺ ഡോട്ട് ഫോർഗെറ്റ്. അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തൊന്ന് പേഴ്സണൈസ്ഡ് റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. അതുപോലെ കൗൺസിലിംഗ് സെക്ഷൻസ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ DM ചെയ്യാം. താങ്ക് യു സോ മച്ച്.